ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ തന്നെ ഡ്രസ്സിൽ നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ്. ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ സ്ലീവിൻ്റെ ക്ലോത്താണ് എടുത്തേക്കുന്നത്. അതിൻ്റെ താഴ്ഭാഗത്തു നിന്ന് മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടാണ് ഞാനിവിടെ വരച്ച് കൊടുക്കുന്നത്. നമ്മളൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് വരയ്ക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തയ്യൽ തുമ്പാണ് കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം ബാക്കി മേളിലേക്ക് ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറേ സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു പാറ്റേൺ. അപ്പോൾ ഈ വരകൾക്കിടയിൽ നമ്മളൊരു 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകലം 1/2 ഇഞ്ചോളം വിട്ടിട്ടാണ് ഞാൻ വരച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ നീളം വന്നിട്ട് ഒരു ഫസ്റ്റ് ലൈൻ വന്നിട്ട് ഒരു 5 ഇഞ്ചാണ്. അതിൻ്റെ അടുത്ത ലൈൻ വന്നിട്ട് 4 ഇഞ്ചാണ്. പിന്നെയും 5 ഇഞ്ച്, അങ്ങനെ വലുത് ചെറുത് അങ്ങനെയാണ് നമ്മൾ വരച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു റെയിൻബോ കളർ കട്ട് ബീഡ്സ് ആണ് കേട്ടോ. പിന്നെ വേണ്ടത് ഈ ഒരു കുന്തൻ സ്റ്റോൺ ആണ്. ഇത് സ്ക്വയർ ടൈപ്പ് ഉള്ള കുന്തൻ സ്റ്റോൺ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ്. പിന്നെ വേണ്ടത്, ഞാൻ ആരി വർക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെറി ത്രെഡും അയൺ നീഡിലും ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആരി വർക്ക് അറിയില്ല എങ്കിൽ നമ്മുടെ സാധാ സൂചി നൂലും എടുത്തിട്ട് ഇതേപോലെ ഇത് തുന്നി നമുക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ. അത് കുറച്ചും കൂടി സിമ്പിളാണെന്ന് എനിക്ക് തോന്നുന്നു. ആരി വർക്ക് ആകുമ്പോൾ നമ്മൾ അതനുസരിച്ച് പ്രാക്ടീസ് ചെയ്ത് നല്ല സ്പീഡായി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അത്രയും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഞാനിതൊരു പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ടും കൂടി ആയിട്ടാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആരി വർക്ക് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് സാധാ സൂചി പിന്നെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12ൻ്റെ സൂചി എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കണം. ആ ഒരു നമ്പറിലുള്ള സൂചി എന്ന് വെച്ചാൽ ഭയങ്കര നേർത്ത സൂചിയായിരിക്കും, ഭയങ്കര തിന്നായിട്ടുള്ളതായിരിക്കും. അപ്പോൾ എല്ലാ തരം ബീഡ്സും അതിലൂടെ സിമ്പിളായിട്ട് കയറിപ്പോകും. അപ്പോൾ അങ്ങനത്തെ ആ ഒരു സൂചി യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. പിന്നെ നമ്മൾ കട്ട് ബീഡ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോ കട്ട് ബീഡ് ഉണ്ടാവും. ഈ മൈക്രോ കട്ട് ബീഡും അതിനേക്കാളും പൊടിക്ക് വലിപ്പമുള്ളതും കൂടി ഉണ്ടാവും. അപ്പോൾ നമുക്കത് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മൈക്രോ കട്ട് ബീഡാണ് വാങ്ങിക്കുന്നതെങ്കിൽ കുറച്ച് പാടാണ് വർക്ക് ചെയ്യാൻ, വളരെ ചെറിയ ബീഡായിരിക്കും. ഇത് അതിനേക്കാളും കുറച്ചും കൂടി വലിപ്പം കൂടിയ ബീഡാണ്. അപ്പോൾ അതിൽ കുറച്ചും കൂടി സ്പീഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാര്യം നമ്മൾ ചെയ്ത് വരുമ്പോൾ മൈക്രോ കട്ട് ബീഡിൻ്റെ ആയിരിക്കും കുറച്ചുകൂടി ഭംഗി നമുക്ക് തോന്നുക. പക്ഷേ ചെയ്യാൻ കുറച്ച് അധികം സമയമെടുക്കും. അപ്പോൾ ഈ കട്ട് ബീഡ് വാങ്ങിക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നന്നായിരിക്കും. പിന്നെന്താ, ഞാനിവിടെ സെറി ത്രെഡ് ഗോൾഡൻ ആണ് എടുക്കുന്നത്. നമുക്ക് ഷോപ്പുകളിൽ നെയിലോണ്ട് ത്രെഡ് കിട്ടും, നമ്മുടെ ഈ ടങ്കീസൊക്കെ പോലെ ഇരിക്കും. അപ്പോൾ ആ സംഭവമാണെങ്കിൽ കുറച്ചും കൂടി ഫിനിഷിങ് ഉണ്ടായേനെ. പക്ഷേ അത് ചെയ്യാൻ കുറച്ച് പാടാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കുറച്ച് ക്ലിപ്പിംഗ് എൻ്റെ ഇത് മിസ്സായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ബീഡ്സ് കോർത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും അറ്റത്തായിട്ട് കുന്തൻ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ബാക്കി ഗ്യാപ്പുള്ള സ്ഥലത്തും കൂടി ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കറക്റ്റ് സ്ക്വയർ ടൈപ്പിലല്ല, ഞാൻ ചെരിച്ച് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഏകദേശം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് വീഡിയോയിൽ കാണുന്നേക്കാളും അടിപൊളി നേരിട്ട് കാണാനായിട്ടാണ് കേട്ടോ. നമ്മുടെ റിസപ്ഷൻ പരിപാടികൾ, അങ്ങനത്തെ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒക്കെ ഡിസൈൻ ചെയ്തിടാം. അപ്പോൾ നമ്മുടെ സെൽഫ് ഡിസൈൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ.